ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളെ ഒരു പുതിയൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താനാണ്. അതായത് അതിൻ്റെ ഒരു അൺബോക്സിങ്ങും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോയിലേക്കാണ് പോകുന്നത്. AV5100HD എന്ന് പറയുന്ന പുതിയൊരു പവർ ആംപ്ലിഫയർ ആണ്. എന്തായാലും നമ്മൾ ഇതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽ നമുക്ക് നോക്കാം. ഇതിൻ്റെ ഒരു മാനുവൽ ബുക്കും അതുപോലെ തന്നെ റിമോട്ടും നമുക്ക് ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുള്ള ഒരു റിമോട്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു റിമോട്ട് തന്നെയാണ്. പിന്നെ നോക്കുവാണെങ്കിൽ ഒരു ഏരിയയിൽ വരുന്നിട്ടുണ്ട് FM-ന് വേണ്ടി. പിന്നെ ഇതിൻ്റെ മാനുവൽ ബുക്ക്. അപ്പം ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ വർക്കിംഗ് ബാക്കിയുള്ള ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് തന്നെ ഇവർ കറക്റ്റായിട്ട് തന്നെ ഇവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളാ പറഞ്ഞ പവർ ആംപ്ലിഫയർ. നല്ലൊരു അടിപൊളി സ്റ്റൈലിഷ് ലുക്കിലൊക്കെയുള്ള ഒരു അടിപൊളി ഒരു ഐറ്റം തന്നെ പറയാം. ഇതിൻ്റെ ഫ്രണ്ട് പാനലും ഡിസൈനിങ്ങും അതുപോലെ തന്നെ ക്യാബിനൊക്കെ ആണെങ്കിലും നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള രീതിയിൽ തന്നെയാണ് ഇവരിത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ സൺബക്കിൻ്റെ തന്നെ ഒരു എംബ്ലം കൊടുത്തിട്ടുണ്ട്. ഇത് ODX ആണ് ഇതിൻ്റെ ഡീലർഷിപ്പ് എടുത്തിരിക്കുന്നത്. സൺബക്ക് എന്ന കമ്പനി ODXകാരെ എടുത്തിട്ട് അത് സെയിൽ ചെയ്യുകയാണ്. ഇതിൽ നോക്കിയാൽ കണ്ടാൽ പറയാം ക്യാബിനറ്റൊക്കെ ആണെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ക്യാബിനറ്റൊക്കെ അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് എടുത്ത് പറയേണ്ടത് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ടൊറോയ്ഡൽ ട്രാൻസ്ഫോമറാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള നല്ല കോപ്പർ ചെയ്തെടുത്തിരിക്കുന്ന നല്ലൊരു ട്രാൻസ്ഫോമറൊക്കെ വെച്ചിട്ടാണ് ഇതുവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ഡിസൈനിങ്ങും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ലുക്കൊക്കെ ആണെങ്കിലും നല്ലൊരു സ്റ്റൈലിഷ് രീതിയിൽ തന്നെ ഇത് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ തന്നെയാണ് ഇതിൻ്റെ ഒരു ഓൺ ഓഫ് സ്വിച്ച് വരുന്നത്. പിന്നെ നമുക്ക് ഇതിൽ ഒരു മൈക്ക് വോളിയം അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ഇതിൻ്റെ മ്യൂസിക് വോളിയം അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ഇതൊരു 6 ചാനൽ കരോക്കെ മിക്സർ ആംപ്ലിഫയർ ആണ്. അതായത് കൂടുതലും മൈക്കൊക്കെ കൊടുത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന 6 ചാനലിലും ഔട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ആംപ്ലിഫയർ. ആ രീതിക്കാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൽ നമുക്ക് മൈക്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഡിലേ ഉണ്ട്, എക്കോ അഡ്ജസ്റ്റ് ചെയ്യാം, അതുപോലെ തന്നെ മിഡ് ബാസ്, മിഡ് ട്രബിൾ ഇത് നമുക്ക് മൈക്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 2 മൈക്ക് ഇൻപുട്ടാണ് കൊടുക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു വയർലെസ് മൈക്കും കൂടെ കൊടുക്കാൻ പറ്റുന്നുണ്ട്. കാരണം ഇപ്പോൾ കൂടുതലും വയർലെസ് മൈക്കുകളാണ് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. അങ്ങനെയുള്ളപ്പോൾ വയർലെസ് മൈക്കും കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് അവരത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ വോളിയം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി സൈഡിൽ തന്നെ വോളിയത്തിൻ്റെ ഒരു കൺട്രോളും കൂടെ കൊടുത്തിട്ടുണ്ട്. ODXൻ്റെ തന്നെ നല്ലൊരു വയർലെസ് മൈക്ക് അവരുടെ കയ്യിൽ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഓഡിയോ ഔട്ടിന് വേണ്ടി ബാസും ട്രിബിളും പിന്നെ സബ് ഔട്ടും ഇത്രയുമാണ് ഇതിൽ കൺട്രോളുകൾ ഇത് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അടുത്ത് തന്നെയായിട്ട് അവർ ഒരു മൈക്രോ SD അതുപോലെ തന്നെ USB ഒരു പോർട്ടുണ്ട്. നമുക്കിത് USB കൊടുത്തും അല്ലെങ്കിൽ ഒരു മൈക്രോ SD കൊടുത്തും വേണമെങ്കിൽ ഇത് വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഇതിൽ ബ്ലൂടൂത്ത് സപ്പോർട്ടിങ്ങും ഉണ്ട്. ഇനി മോഡ് സെലക്ഷൻ്റെ ചെറിയ നോബുകളാണ്. നമുക്കിതിലേക്ക് നോക്കുവാണെങ്കിൽ DVD നമുക്ക് ഇൻപുട്ട് വരുന്നുണ്ട്, CD കൊടുക്കാം, ഓക്സ് ഇൻപുട്ട് വരുന്നുണ്ട്, അതുപോലെ തന്നെ USB, ARC ഉണ്ട്, അതുപോലെ തന്നെ 2 HDMI ഇൻപുട്ട് വരുന്നുണ്ട്, ഒപ്റ്റിക്കൽ ഇൻപുട്ട് വരുന്നുണ്ട്, അതുപോലെ തന്നെ കൊയാക്സിൽ ഇൻപുട്ട് വരുന്നുണ്ട്. അതായത് നമുക്കൊരു മൾട്ടിപ്പിൾ ഇൻപുട്ട് കൊടുത്തിട്ട് ഒരു 6 ചാനലിന് ഓഡിയോ ഔട്ട് എടുക്കാൻ പറ്റുന്ന നല്ലൊരു പവർ ആംപ്ലിഫയർ. ആ രീതിക്കാണ് ഇവരിത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതായത് ഒരു ഫംഗ്ഷനും അതുപോലെ തന്നെ ചെറിയൊരു പാട്ടിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഡിസൈനിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ റൈറ്റ് സൈഡിലും ചെറിയൊരു കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് പ്ലേ ചെയ്യാനും നെക്സ്റ്റ് അടിക്കാനും പോസ് ചെയ്യാനും റിവേഴ്സിനായിട്ടുള്ള ഒരു ഓപ്ഷൻസാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ അകത്ത് ബ്ലൂടൂത്ത് ഓപ്ഷനും കൂടെ അവൈലബിൾ ആണ്. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡ് കണ്ടില്ലേ, നല്ലൊരു AVRൻ്റെ ബാക്ക് സൈഡ് പോലെ തന്നെയാണ് ഇവരിത് ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നത്. നല്ലൊരു ക്വാളിറ്റി ആയിട്ടുള്ളൊരു ഡിഫറെൻറ്റ് രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ബാക്ക് ഡിസൈനെല്ലാം കൊടുത്തിരിക്കുന്നത്. നമ്മൾ നോർമലി എല്ലാ ഓപ്ഷൻസും നമുക്കിതിൽ കൊടുത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് അവരത് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് നോക്കുവാണെങ്കിൽ ഒരു ബ്ലൂടൂത്തിൻ്റെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ആൻറ്റിന കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ദൂരത്തിലൊക്കെ നമുക്കൊരു സോങ് പ്ലേ ചെയ്യുകയാണെങ്കിൽ റിസീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് അവരത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അടുത്തൊരു FM-ൻ്റെ ആൻറ്റിന കൊടുക്കാനുള്ളൊരു പോർട്ട്. കുറേ പേര് ചോദിക്കാറുണ്ട് നല്ല FM ക്വാളിറ്റി കിട്ടുന്ന ആംപ്ലിഫയർ. അപ്പോൾ അതിനൊക്കെ പറ്റുന്ന ഒരു ആംപ്ലിഫയർ തന്നെയാണ്. FM ഒക്കെ ചെക്ക് ചെയ്തിട്ടാണെങ്കിലും നല്ലൊരു ക്വാളിറ്റി ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെയായിട്ട് നമുക്ക് ഒരു ഓക്സ് ഇൻപുട്ടും കൂടെ ഒരു പോർട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതായത്
ഒരു മൊബൈലിൽ നിന്നോ അതല്ലാതെ ടി വിയിൽ നിന്നൊക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിലൊരു ഓക്സ് ഇൻപുട്ട് ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. അടുത്ത ഒരു നമുക്ക് നോക്കുവാണെങ്കിൽ ഒപ്റ്റിക്കൽ ഇൻപുട്ട് ഇതിലേക്ക് കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ കോയാക്സിൽ ഇൻപുട്ട് വരുന്നുണ്ട്. 2 HDMI ഇൻപുട്ട് നമുക്കിതിലേക്ക് കൊടുക്കാൻ സാധിക്കും. മൾട്ടിപ്പിൾ HDMI ഇൻപുട്ട് ഇത് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ARC ഔട്ടും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഡയറക്റ്റ് ഇതിലേക്ക് ഒരു AVR പോലെ തന്നെ യൂസ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡിസൈനിങ് എല്ലാം കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് നമുക്ക് ഓഡിയോ ഇൻപുട്ട് വരുന്നത് 6 ചാനൽ DVD ഇൻപുട്ട് നമുക്ക് കൊടുക്കാം. അതായത് 5.1 ഒരു DVD ഇൻപുട്ട് ഇതിലേക്ക് കൊടുത്തിട്ട് നമുക്ക് 6 ചാനൽ ഔട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ഡിസൈനിങ് കൊടുത്തിട്ടുണ്ട്. അടുത്ത ഒരു സ്റ്റീരിയോ DVD ഇൻപുട്ടും വരുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്കതുപോലെ ഒരു പ്രീ ഔട്ടും കൂടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു നല്ല പവർഫുൾ ആയിട്ടൊരു സബിന് കൊടുക്കണമെങ്കിൽ അതിന് വേണ്ടി ഒരു പ്രീ ഔട്ടും കൂടെ കൊടുത്തിട്ടുണ്ട്. അതൊരു നല്ല കാര്യം തന്നെയാണ്. നമുക്കൊരു പവർ കൂട്ടി ഒരു ചാനലിന് എടുക്കാനോ അതല്ലാതെ സബിന് എടുക്കാനൊക്കെ ആണെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് SR സെൻറ്റർ SLന് വേണ്ടി നോർമൽ സ്പീക്കർ സോക്കറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 4 to 8 ohmസിൽ 16 ohmസിലുള്ള നമുക്ക് ഏത് സ്പീക്കറും ഇതിലേക്ക് കൊടുത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അവരത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു നമുക്ക് സറൗണ്ടിനൊക്കെ ശരിക്കും ഒരു 4 ഇഞ്ചോ അല്ലെങ്കിൽ ഒരു 6 ഇഞ്ചൊക്കെ കൊടുത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡിസൈനിങ് എല്ലാം വന്നിരിക്കുന്നത്. പിന്നെ ഫ്രണ്ട് റൈറ്റ് അതുപോലെ തന്നെ സബിനും വേണ്ടി ബനാന സോക്കറ്റാണ് അവർ കൊടുത്തിരിക്കുന്നത്. കാരണം അതിന് നല്ല കുറച്ചും കൂടെ നല്ല പവറുള്ള കിട്ടുന്നതുകൊണ്ട് തന്നെ ആ രീതിക്കാണ് അത് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അടുത്തതിലേക്ക് നോക്കുവാണെങ്കിൽ ഇത് പവർ ഔട്ട് സോക്കറ്റാണ് വരുന്നത്. ഈ ടൈപ്പാണ് ഇതിൻ്റെ നമുക്ക് പവർ കൊടുക്കാൻ പറ്റുന്നത്. ഇനി നമുക്കിതൊന്ന് ഓൺ ചെയ്തിട്ട് ഇതിൻ്റെ ബാക്കിയുള്ള ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നോക്കാം. കണ്ടില്ലേ, ഫ്രണ്ടിലാണ് ഇതിൻ്റെ ഓൺ ചെയ്യുമ്പോഴത്തേനും ഇതിൻ്റെ പാനൽ ഡിസൈനിങ്ങും ഫ്രണ്ടിലെ ഡിസ്പ്ലേ ഒക്കെ നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ലുക്ക് തന്നെ ഈ ആംപ്ലിഫയറിന് കിട്ടുന്നുണ്ട്. ശരിക്കും ഈ പ്രൈസിന് കിട്ടാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഒരു ആംപ്ലിഫയർ എന്ന് തന്നെ പറയാം. അത്യാവശ്യം നല്ല ഫങ്ഷൻസ് ഉണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ലൊരു പെർഫോമൻസും കിട്ടുന്ന രീതിയിലാണിത് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ തന്നെ നമുക്ക് ഒരു വ്യൂ മീറ്ററിൻ്റെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ USB ഡിസ്പ്ലേ എല്ലാം ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ സ്റ്റൈലും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് മൾട്ടിപ്പിൾ ഇൻപുട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഒരു 6 ചാനൽ നമുക്ക് ഓഡിയോ ഔട്ട് എടുക്കാം, മൈക്ക് യൂസ് ചെയ്യാം. അങ്ങനെ ഒരു മൾട്ടി ഫങ്ഷനിൽ ഒരു ബജറ്റഡായിട്ട് നമുക്ക് ഏത് ആംപ്ലിഫയർ ഉപയോഗിക്കാൻ പറ്റും എന്ന രീതിക്ക് തന്നെ ആ രീതിക്കാണ് അവരത് ഡിസൈനിങ്ങും കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത്. ഞാനിത് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയൊക്കെ ഒരു അടുത്തൊരു വീഡിയോയിലായിട്ട് ഇടാം. കാരണം വീഡിയോ ശരിക്കും ഒത്തിരി നമ്മളിത് നീണ്ടു പോകുന്നുണ്ട്. അതുപോലെ തന്നെ നോബിലൊക്കെ നോക്കിയാൽ മനസ്സിലാകും. 2 നോബിൽ ഒരു ബ്ലൂ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതൊരു രസമുണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു സ്പോർട്ടി ലുക്ക് തന്നെ അതിന് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഓരോ മോഡ് ഇങ്ങനെ DVD മോഡ്, CD, അതുപോലെ തന്നെ 5 ചാനൽ ഇൻപുട്ട്, ഒപ്റ്റിക്കൽ ഇൻപുട്ട്, ഓക്സ്, അങ്ങനെ മൾട്ടിപ്പിൾ ഇൻപുട്ട് ഇതിലേക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഇതിൽ അവരിത് ഡിസൈനിങ് എല്ലാം പോയിട്ടുണ്ട്. കാണാനാണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ളൊരു ആംപ്ലിഫയർ എന്ന് തന്നെ പറയാം. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ബാക്കിയുള്ള ഡീറ്റെയിലൊക്കെ ഞാൻ വീഡിയോയുടെ കൊടുക്കുന്നുണ്ട്, നിങ്ങളത് ചെക്ക് ചെയ്യുക. ഇതിൻ്റെ ചെക്കിൻ വീഡിയോ അടുത്തൊരു പാർട്ട് 2 ആയിട്ട് ഇതിൻ്റെ മൈക്കിൻ്റെയും ബാക്കിയുള്ള ഓപ്ഷൻസൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് തന്നെ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതിൻ്റെ അകത്ത് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം. എന്തായാലും ഞാനിത് ചെക്ക് ചെയ്തിട്ട് നല്ലൊരു ക്വാളിറ്റിയും നല്ലൊരു പെർഫോമൻസും നമുക്കിത് കിട്ടുന്നുണ്ട്. ഈ പ്രൈസിന് മേടിക്കാൻ പറ്റുന്ന ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ആംപ്ലിഫയർ എന്ന് തന്നെ പറയാം. അപ്പോൾ ഇത് മേടിക്കാനായിട്ട് നമ്മുടെ വെബ്സൈറ്റ് www.dennisaudio.com നിന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം. അതല്ലാതെ നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടോ അതല്ലാതെ നിങ്ങൾക്കിത് മേടിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ കൂട്ടുകാരിലേക്കൊക്കെ പരമാവധി ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു നല്ലൊരു വീഡിയോയിൽ കാണാം. ഇറ്റ്സ് മീ സന്ദീപ്.